ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ, കുറേ നാളായിട്ട് നമ്മുടെ ഇൻബോക്സിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി ഡൗട്ട്സുകളുണ്ട്. അപ്പം നമ്മൾ പാർട്ടായിട്ട് ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ലോങ് വീഡിയോയിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊന്ന് പറയുമോ എന്ന് നിരവധി വിദ്യാർത്ഥികൾ, പേരൻസ് ഒക്കെ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ആകും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എടാ മക്കളെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ മക്കളെ, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈവൻ എക്സാംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാം ടിപ്പുകൾ, ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ പഠിക്കണം, ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ 10 വരെ അല്ല പഠിച്ച പോലെയല്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാതെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെ എളുപ്പമായിട്ട് മാറും. സോ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊക്കെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്കും ഇടുവാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്ക് ട്രാൻസ്ഫർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് പ്രകാരം 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സപ്ലിമെൻ്ററി ഇതാ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നു. സോ ഒത്തിരി മക്കൾ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം, പല വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളുകളോ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അവരെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അഡ്മിഷൻ കിട്ടുമോ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതെല്ലാം ഇങ്ങനെ തുടങ്ങി ഒരു 50 ഡൗട്ട്സുകൾ നമ്മൾ ഇതാ എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്ഫറിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടില്ല. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാകും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിൻ്റെ റൂൾസുകൾ ഇവരിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ റെഗുലറായിട്ട് നടക്കുന്ന രീതികളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഡൗട്ട്സ് വീതം, ഓരോരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി തന്നെ നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളോട് ഒരു വിദ്യാർത്ഥി ചോദിച്ചാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ചെയ്ത് തരാമോ? എടാ, നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലല്ല അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിലല്ല അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. എന്താണ്, ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വേണ്ടത് ഏതിലാണ്? സയൻസ് ആണ്. ഇഷ്ടപ്പെട്ട വിഷയം സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോമ്പിനേഷനിലേക്ക്, ആ ഒരു സബ്ജക്റ്റിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സബ്ജക്റ്റിലേക്ക് മാറുക എന്നുള്ളത് മാത്രമല്ല, ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറുവാൻ, അതോടൊപ്പം തന്നെ ഒരു സ്കൂളിൽ നമ്മളിപ്പോൾ കൊമേഴ്സ് എടുത്തു, മറ്റൊരു സ്കൂളിൽ സയൻസിലേക്കും മാറുവാനും ഒക്കെ, ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് മാറുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്താണെന്ന് എല്ലാ മക്കൾക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്നത്? എടാ മക്കളെ, സാധാരണഗതിയിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഏകദേശം ഒരു 2 അലോട്ട്മെന്റുകൾ വരാറുണ്ട്. അതായത് ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നിങ്ങനെ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരാറുണ്ട്. സോ ഒന്നെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ അതിനുശേഷം സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പായിട്ടും ട്രാൻസ്ഫർ നടക്കാറുണ്ട്. സോ എന്തായാലും ഇപ്പം നിലവിൽ അഡ്മിഷൻ സപ്ലിമെന്ററിയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതി വരെയാണ് സപ്ലിമെന്ററി അഡ്മിഷൻ നടക്കുന്നത്. അതിനുശേഷം 23-ാം തീയതിയോടുകൂടി നമുക്കൊരു സർക്കുലർ ഗവൺമെന്റ് ഒഫീഷ്യലി നമുക്ക് പ്രതീക്ഷിക്കാം. അതിനകത്ത് സെക്കൻഡ് സപ്ലിമെന്ററി ആണോ ട്രാൻസ്ഫർ ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു സർക്കുലർ ഗവൺമെന്റ് എന്തായാലും പബ്ലിഷ് ചെയ്യും. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്.
അറിയേണ്ടതാണ്. അപ്പോൾ എന്നാണ് ട്രാൻസ്ഫർ എന്നുള്ളത് നമുക്ക് അതിലൂടെ അറിയാം. അപ്പോൾ സാധാരണഗതിയിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ കൂടി ട്രാൻസ്ഫർ നടക്കുന്നതായിരിക്കും. ലോവർ ഓപ്ഷനിലുള്ള സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോഴ്സുകളിലേക്കോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അതായത് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തേർഡ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ താഴെയുള്ള ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? എടാ മക്കളെ, ട്രാൻസ്ഫറിന് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാത്ത സ്കൂളുകളിലെ ആ സ്കൂളുകളിലേക്കും നമുക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത്? ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് വേക്കൻറ്റ് സീറ്റുകൾ, ഏതൊക്കെ സ്കൂളിൽ വേക്കൻ്റ് ആയിട്ട് സീറ്റുകൾ ഉണ്ട് എന്ന് പബ്ലിഷ് ചെയ്യും. സോ ആ വേക്കൻറ്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത്. അത് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അവിടെ സീറ്റ് എന്തായിരിക്കണം? വേക്കൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു ചോദ്യമാണ്, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഉണ്ടോ? എടാ മക്കളെ, നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കും ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കൊക്കെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പ്രകാരം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അടുത്ത ചോദ്യം, ഫീസ് തിരികെ കിട്ടുമോ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നിങ്ങളിപ്പോൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്കൂളിൽ ഫീസ് അടച്ചിട്ടാണ് അല്ലേ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഫീസ് തിരികെ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്ന അഡ്മിഷൻ സമയത്ത് ഗവൺമെന്റിന് അടയ്ക്കുന്ന ചില ഫീസുകളുണ്ട്. ഈ ഫീസുകൾ നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ PTA ഫണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. ബാക്കിയുള്ള ഫീസുകൾ നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഫീസുകളുണ്ടല്ലോ, ആ ഫീസുകൾ നിങ്ങൾ പുതിയ സ്കൂളിൽ പോകുമ്പോൾ അടയ്ക്കേണ്ടി വരില്ല. ഓൾറെഡി നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫീസ് നമുക്ക് പുതിയ സ്കൂളിൽ പോകുമ്പോൾ അടയ്ക്കേണ്ടി വരില്ല. ഇനി പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ PTA ഫണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് PTA ഫണ്ട് പോലുള്ള കാര്യങ്ങൾ തിരികെ കിട്ടും. അപ്പോൾ ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. അടച്ച ഫീസ് നിങ്ങൾക്ക് തിരികെ കിട്ടും. പക്ഷേ യൂണിഫോം ഒക്കെ, നിങ്ങൾ ചില വിദ്യാർത്ഥികൾ യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ പൈസ കൊടുത്തിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടച്ചിട്ടുള്ള തുക നിങ്ങൾക്ക്, ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ട്രാൻസ്ഫർ കിട്ടിയിട്ട് പഴയ സ്കൂളിൽ വീണ്ടും അഡ്മിഷൻ എടുക്കാമോ? എടാ മക്കളെ, നമുക്കൊരു സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടി. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തത്? നമ്മൾ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള സ്കൂളോ അവിടുത്തെ കോഴ്സോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും, നിങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഏത് സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടിയാലും അവിടെ നമ്മൾ എന്തെടുക്കണം? അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാമോ? ഓക്കെ, അപ്പം നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാമോ? എടാ മക്കളെ, പലരും പറയുന്നുണ്ട്, പല വീഡിയോസിലായിട്ട് ഇതുപോലെ കണ്ട് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എടാ മക്കളെ, ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക്, ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി ഈ വർഷം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമ്മുടെ ട്രാൻസ്ഫറിന്റെ ഒഫീഷ്യൽ സർക്കുലർ ആൻഡ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയൂ. കഴിഞ്ഞ വർഷം കഴിയുമായിരുന്നു, ഈ വർഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡ്മിഷൻ പെർമനന്റ് ആയിട്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെന്റിലായിക്കോട്ടെ, സെക്കൻഡ് അലോട്ട്മെന്റിലായിക്കോട്ടെ, തേർഡ് അലോട്ട്മെന്റിലായിക്കോട്ടെ, ഈവൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിലായിക്കോട്ടെ, അഡ്മിഷൻ പെർമനന്റ് ആയിട്ട് എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യാൻ കഴിയാത്തവരാരൊക്കെയാ? കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, ഇവർക്കൊന്നും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഓൾറെഡി ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു, സ്കൂൾ ട്രാൻസ്ഫർ, അതായത് സ്കൂളിനുള്ളിൽ തന്നെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു, അതിന്റെ പരിധി കഴിഞ്ഞു. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം, സപ്ലിമെന്ററിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് അപ്ലൈ ആക്കാമോ? ഓൾറെഡി ഇപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സപ്ലിമെന്ററിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളുടെ മറ്റൊരു സംശയമാണ്, ട്രാൻസ്ഫറിൽ റിസർവേഷൻ ഉണ്ടോ എന്നുള്ളത്. എടാ മക്കളെ, ട്രാൻസ്ഫറിൽ റിസർവേഷൻ ഇല്ല. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട്, ഇപ്പോൾ SC ST വിഭാഗങ്ങളായിക്കോട്ടെ, ഈഴവ തീയ ആയിക്കോട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും റിസർവേഷൻ
വരുന്നുണ്ട്. ഈ ഒരു റിസർവേഷൻ എവിടെയില്ല? ട്രാൻസ്ഫർ അലോട്ട്മെന്റിലില്ല. ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു സ്കൂളിൽ ഇപ്പോൾ ഉദാഹരണം ഒരു 5 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്കൂളിലേക്ക് ഒരു 10 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 വിദ്യാർത്ഥികളിൽ ടോപ്പായിട്ട് WGPA ടോപ്പ് മാർക്കുള്ള 5 വിദ്യാർത്ഥികൾക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക. അവിടെ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, സീറ്റ് വേക്കൻ്റ് ആയിരിക്കുമോ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ സമയത്ത്? ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ഒത്തിരി സീറ്റൊന്നും വേക്കൻ്റ് ആയിട്ട് വരത്തില്ല. അതായത് നമ്മളിപ്പോൾ അലോട്ട്മെന്റിൽ കണ്ടതുപോലെയുള്ള സീറ്റ് വേക്കൻസി ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് സീറ്റ് വേക്കൻ്റ് ആവുന്നത്? ഇപ്പോൾ റിസർവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം കമ്മ്യൂണിറ്റി കോട്ട വഴിയിട്ടുള്ള റിസർവേഷൻ, കമ്മ്യൂണിറ്റി കോട്ട എന്ന് വെച്ചാൽ SC ST വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ OBC വിഭാഗക്കാർക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ റിസർവേഷൻ ഉണ്ടല്ലേ. ഈ റിസർവേഷനിൽ ആരെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ റിസർവേഷൻ സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഈ സീറ്റുകളൊക്കെ എങ്ങോട്ടേക്ക് മാറ്റും? ട്രാൻസ്ഫർ അലോട്ട്മെന്റിലേക്ക് മാറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ട്രാൻസ്ഫറിന് സീറ്റ്. പിന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ട് മറ്റൊരു കോഴ്സിലേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം മുഖേന നമ്മൾ അവർക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സീറ്റുകളൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫറിന് സീറ്റ് വേക്കൻ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു 2, 3, 4 സീറ്റൊക്കെ പ്രതീക്ഷിക്കാം ഒരു സ്കൂളിൽ വേക്കൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം സാധാരണഗതിയിൽ അലോട്ട്മെന്റ് നടന്നതുപോലെ അത്രമാത്രം സീറ്റൊന്നും നിങ്ങൾക്ക് ഒരു സ്കൂളിലും ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ഇതുവരെ അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസിന് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എടാ മക്കളെ, നിലവിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയൂ. ഓക്കെ, പെർമനന്റ് ആണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, സ്പോർട്സ് കോട്ട, അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ഇത്രയും അലോട്ട്മെന്റുകളിൽ നിങ്ങൾ എന്തായാലും പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിലൂടെ ഒന്നും അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല. ഓക്കെ, പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് സബ്ജക്റ്റ് ചേഞ്ച് ആക്കാമോ എന്നുള്ളത്. സബ്ജക്റ്റ് ഒക്കെ ചേഞ്ച് ആക്കാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, എനിക്ക് ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് ഇത്രയാണ്, എനിക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ളത്. എടാ മക്കളെ, ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അവിടെ ഒരു തരത്തിൽ റിസർവേഷനോ റെക്കമെൻഡേഷനോ ഒന്നും നടക്കുന്നതല്ല. നിങ്ങളുടെ WGPA എന്താണോ, നിങ്ങളുടെ മാർക്ക് എന്താണോ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ ആ ഒരു സീറ്റിലേക്ക് എത്ര വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു ലക്ക് എന്നൊക്കെ പറയാം. ലക്കിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ കിട്ടും. മറ്റേതൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് എത്ര വേണമെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ട്രാൻസ്ഫറിന്റെ കേസിൽ നിങ്ങളുടെ ലക്ക് ഒരു 50-50, കിട്ടാം കിട്ടാതിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സപ്ലിമെന്ററിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയതുകൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾ ഓൾറെഡി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാത്തവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സപ്ലിമെന്ററി ഓൾറെഡി നമ്മൾ മറ്റു കുട്ടികളുടെ കാര്യം പറഞ്ഞതാണ്. സപ്ലിമെന്ററിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. ഇത്ര ദൂരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുക, ഇത്രയും ദൂരം കൂടുതലാണ്, അപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ലീവ് എടുക്കാവൂ. നിങ്ങൾ സ്വന്തമായിട്ട് ലീവ് എടുക്കരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇപ്പൊ ട്രാൻസ്ഫർ നമ്മൾ പോകാതിരിക്കുന്നുണ്ട് അല്ലേ, അപ്പൊ അത്രയും നാളത്തെ ആബ്സെന്റ്, ഈ ആബ്സെന്റ് ആവുന്നത് ട്രാൻസ്ഫറിനെ ബാധിക്കുമോ എന്നുള്ളത്. എടാ, നമുക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ പോകാതിരുന്നു എന്നുള്ളൊരു പ്രശ്നമൊന്നും വരില്ല. ആബ്സെന്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതൊന്നും വരില്ല. പക്ഷെ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പഴയ സ്കൂളിൽ തന്നെ പോകേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആബ്സെന്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ ഒരു പ്രധാന ഘടകമായിട്ട് വരും. സോ ഇപ്പോൾ 1 month ഒക്കെ പോകാതിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആബ്സെന്റ് ആയി എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഓക്കെ, മറ്റു ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അധ്യാപകർ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ സീറ്റ് ഒത്തിരി വേക്കൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. എടാ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒരു സ്കൂളിൽ സീറ്റ് വേക്കൻ്റ് ആണ്,
അവിടെ വിദ്യാർത്ഥികളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും ഇവിടുന്ന് പോവണ്ട എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാത്ത അവസ്ഥയൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അതിന് യാതൊരു നിയമപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നില്ല. അന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി മറ്റു ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എൻ്റെ സ്കൂളിൽ തന്നെ ഇപ്പോൾ കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലോട്ട് വരണം, സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എനിക്കപ്പോൾ കൊമേഴ്സിലേക്ക് പോകാം, അങ്ങനത്തെയുള്ള ട്രാൻസ്ഫർ അവൈലബിൾ ആണോ എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ സ്കൂളുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമാണ്. നമുക്ക് ഗവൺമെന്റ് പറയുന്ന ഒഫീഷ്യൽ ട്രാൻസ്ഫർ ഈ രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ട്രാൻസ്ഫർ കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ് വീണ്ടും സീറ്റ് വേക്കൻ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറാം ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഒന്ന് സംസാരിക്കുക, ഇതുപോലെ കൊമേഴ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലോട്ട് വരണമെന്നാണ്, എനിക്ക് സയൻസ് പറ്റുന്നില്ല, എനിക്ക് കൊമേഴ്സിലേക്ക് പോകണം, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ സ്വിച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ സ്കൂളുമായിട്ട് ബന്ധപ്പെടുക. സ്കൂളിൽ ഓഫീസിലെ പ്രിൻസിപ്പൽസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു ഉത്തരം തരും. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ഫറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ഫറിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലടാ. അപ്പോൾ വരുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. ഓൾമോസ്റ്റ് ഒരു 90% ഇങ്ങനെ തന്നെ ആയിരിക്കും. ചില കാര്യങ്ങൾ ചില റൂൾസുകൾക്ക് മാറ്റം ഉണ്ടാകാം. അത് നമുക്ക് ഒഫീഷ്യൽ സർക്കുലർ വന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഒഫീഷ്യലായിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് ഇൻഫോർമേഷൻസ് എത്തിക്കുന്നത്. സോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന്റെ ഒഫീഷ്യൽ ഡേറ്റ് വരുമ്പോഴോ ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ മുഖാന്തരം, അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ഇൻസ്റ്റഗ്രാമിൽ ടെയിൽസ് ഓഫ് സ്റ്റുവേർട്സ് എന്ന് പറഞ്ഞ പേജിന്റെ ബയോയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സുകൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഒരു 99% വിദ്യാർത്ഥികളും ഇൻബോക്സിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ മറുപടി തരുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റ് പല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഒരു സന്തോഷമൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും നമ്മൾ ഈ കോണ്ടന്റുകളൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളിലേക്ക് മാക്സിമം ഇൻഫർമേഷൻസ് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽ സർക്കുലർ കൃത്യമായിട്ട് വായിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതോടുള്ള അറിവും, അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഓരോ സ്കൂളിലും വിളിച്ചന്വേഷിച്ച് നമ്മൾ അതിൽ നിന്നുള്ള വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇത് 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലൊപ്പം തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കമന്റിലൊക്കെ നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഒരു മടിയും കൂടാണ്ട് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലാസ്റ്റായി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് നോട്ട്സുകൾ, ഷോർട്ട് നോട്ട്സുകൾ ഇതെല്ലാം നമ്മൾ വീഡിയോയിലൂടെയും അതോടൊപ്പം തന്നെ റീൽസ് വഴിയിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഷോർട്ട് നോട്ട്സുകൾ, PYQ ക്വസ്റ്റ്യൻസ് വിത്ത് സോൾവ്ഡ് ആൻസർ, ഇതൊക്കെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ പേജ് എല്ലാം ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കിട്ടൂ. പല കുട്ടികളും പഠിക്കുന്നുണ്ട്, കുറേ നോട്ട്സ് കാണാപ്പാടം പഠിക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടൂ. ഓൾമോസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് യൂട്യൂബിൽ പല ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അല്ലേ, സൈലത്തിന്റെ എഡ്യൂപോർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കോണ്ടന്റും അവർ പഠിപ്പിച്ചു തരും. പക്ഷെ ഏതൊക്കെ കോണ്ടന്റ് ഹൈലൈറ്റ് ചെയ്തെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കാണാം. ഏത് എഡ്യൂപോർട്ടായാലും എക്സാമിനറായാലും സൈലമായാലും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ക്ലാസ് എന്ന് തോന്നുന്നു അത് കാണാം. നമ്മളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്. സോ നിങ്ങൾക്ക് എന്തും ഫ്രീ ആയിട്ട് നമ്മളോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് വൈസ് ഡൗട്ട്സുകളുണ്ട്, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഫൈനലി ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് അവർക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ എത്തട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് ഈ ഒരു വീഡിയോ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് ചോദിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. വീഡിയോ കാണുന്ന മക്കൾ ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്, കമൻറ്റ് ഇടാതെ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ, കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഉന്മേഷമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ. നിങ്ങളിലേക്ക് കൂടുതൽ ഇൻഫോർമേഷൻസുകൾ ഫ്രീ ആയിട്ട് എത്തിക്കാൻ നമുക്ക് കൂടുതൽ ഊർജ്ജമാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കും.